തൃശ്ശൂരിനെ മതസൗഹാർദ്ദത്തിന്റെ കൊടുമുടിയിലേക്ക് ഏറ്റുന്ന അമ്പരചുംബിയായി നിൽക്കുന്ന ഒരു പള്ളിയുണ്ട് തൃശ്ശൂരിൽ, പുത്തൻപള്ളി. പുത്തൻപള്ളിയുടെ ചരിത്ര വിശേഷങ്ങളും നിർമ്മാണ ശൈലിയിലെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഹെറിറ്റേജ് ബൈറ്റ്സിൽ. തൃശ്ശൂർ കോട്ടയ്ക്കകത്ത് ക്രിസ്ത്യാനികളെ കൊണ്ടുവന്നത് ശക്തൻ തമ്പുരാൻ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ്. അദ്ദേഹം തൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നാടിൻ്റെ പുരോഗതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അങ്ങാടികൾ അല്ലെങ്കിൽ കച്ചവട സെന്ററുകൾ ആരംഭിച്ചു. അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ, കുന്നംകുളം ഒക്കെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ വലിയ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിക്കുകയുണ്ടായി. തൃശ്ശൂർ നഗരത്തിൽ കച്ചവടം വികസിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെ കോട്ടയ്ക്കകത്ത് കത്തോലിക്ക ക്രൈസ്തവ കുടുംബങ്ങളെ അദ്ദേഹം താമസിപ്പിച്ച് അവരോട് കച്ചവട കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം സ്ഥാപിച്ച ചന്തയിൽ അവര് കച്ചവടം നടത്തി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് തൃശ്ശൂർ കോട്ടയ്ക്കകത്ത് ക്രൈസ്തവ കുടുംബങ്ങൾ എത്തിയത്. 1795 52 കുടുംബങ്ങളെ അങ്ങനെ ശക്തൻ തമ്പുരാൻ ഇവിടെ കുടിയിരുത്തിയത്. അവര് കത്തോലിക്ക മതവിശ്വാസികളായിരുന്നു, ക്രിസ്ത്യൻസ്. അവർക്ക് തങ്ങളുടെ മതവിശ്വാസം സംരക്ഷിക്കാൻ പള്ളി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശക്തൻ തമ്പുരാന്റെ തന്നെ പ്രത്യേക താല്പര്യമെടുത്തിട്ട് അദ്ദേഹം പണി കഴിപ്പിച്ച 1814 പണി പൂർത്തിയാക്കിയ ദേവാലയമാണ് ഇന്ന് മർത്തുമറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവാലയം. ആ ദേവാലയത്തിന്റെ കീഴിലാണ് അന്ന് തൃശ്ശൂരുണ്ടായിരുന്ന കത്തോലിക്ക സമൂഹത്തിലെ കുടുംബങ്ങളും വ്യക്തികളുമായിരുന്നത്. 1851 മുതൽ ഈ സമൂഹത്തിലൊരു ഡിവിഷൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ കാരണം അന്ന് വരാപ്പുഴ ആർച്ച് ബിഷപ്പിന്റെ കീഴിലായിരുന്നു തൃശ്ശൂർ ഈ വ്യാകുല മാതാവിൻ പള്ളി, മർത്തമറിയം പള്ളി. പക്ഷെ അവിടേക്ക് റോക്കോസ് എന്ന പേരായ ഒരു മെത്രാൻ കാൽഡിയൻ സഭയിൽ നിന്ന് വരുന്നു. അദ്ദേഹം ഇവിടെ ഡിവിഷൻ ഉണ്ടാക്കും എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ മാർപ്പാപ്പ ആവശ്യപ്പെടുകയും അദ്ദേഹം പോകാതിരിക്കുകയൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഡിവിഷൻ ആരംഭിച്ചത്. പിന്നീട് 72 മെയ്ലൂസ് മെത്രാൻ ഇതുപോലെ തന്നെ വന്നു. 1872 അദ്ദേഹത്തോടും തിരിച്ചു പോകാൻ പറഞ്ഞ് അദ്ദേഹം പോയില്ല. അതിനെ തുടർന്ന് ഈ ഒരു കത്തോലിക്ക സമൂഹമായിരുന്ന തൃശ്ശൂരെ ക്രൈസ്തവര് 2 സമൂഹമായി മാറി. ഇവിടെ ഉണ്ടായിരുന്ന കത്തോലിക്കർക്ക് അവരുടെ ആരാധന നടത്താനായിട്ട് ഈ മർത്തമറിയം പള്ളിയിൽ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് അന്ന് തൃശ്ശൂർ രൂപതയുടെ ബിഷപ്പായിരുന്ന അഭിവന്യ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് 1925 താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും മറ്റ് കർമ്മങ്ങളും ആരംഭിച്ചത്. പിന്നീട് ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് തന്നെ പുതിയ ദേവാലയത്തിന് ആരംഭമിട്ടു. 1929 11 വർഷം കൊണ്ട് അദ്ദേഹം അതിൻ്റെ പണി പൂർത്തിയാക്കി. 1940 ഈ വലിയ ദേവാലയം അദ്ദേഹം ആശീർവദിച്ചു.
ദേവാലയത്തിന് അന്ന് ഇന്ത്യയിലെ വലിയ ദേവാലയമായിട്ട് തന്നെയാണ് അറിയപ്പെട്ടത്. 25,000 സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ഏരിയയുള്ള ദേവാലയമായിരുന്നു. ദേവാലയത്തിന് ഇന്ന് മുൻവശത്ത് 2 വലിയ ടവറുകളുണ്ട്, ബെൽ ടവറുകൾ. അതിന് ഓരോന്നിനും 160 അടി ഉയരമുണ്ട്. ദേവാലയത്തിന്റെ പിന്നിലെ ബെൽ ടവറിന് 260 അടി ഉയരമുണ്ട്. ദേവാലയത്തിന്റെ പ്രത്യേകത, ഈ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് യൂറോപ്പിൽ അന്ന് ദേവാലയം പണിതുകൊണ്ടിരുന്ന ഗോത്തിക് സ്റ്റൈലാണ് ഇതിനും ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒരു യൂറോപ്യൻ പള്ളിയുടെ ഒരു ഛായ ഈ ദേവാലയത്തിന് അന്നുണ്ടായിരുന്നു. ഇന്നും ഉണ്ട്. ഇന്ന് പല പള്ളികളും ഈ രീതിയിൽ പണിത് കൊണ്ട് അതിനൊരു യുണീക്ക്നെസ് നഷ്ടപ്പെട്ടു എന്ന് മാത്രം. ഈ ദേവാലയത്തിന്റെ ഗോപുരങ്ങളും അതിൻ്റെ ചുമർ ചിത്രങ്ങളുമൊക്കെ വളരെയേറെ ആകർഷണമുള്ളതാണ്. മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ബെല്ല്, മണി, പള്ളിമണി, അത് സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്നവയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അതുപയോഗിച്ചുകൊണ്ട് സംഗീതം ഈ മണികളിൽ ഉയർത്താറുണ്ട്. ഇതിൻ്റെ മധുബഹായുടെ മുകളിലുള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, അത് പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ജീവിതത്തിലെ വ്യാകുലങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. ഈ ദേവാലയത്തിന് മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 15 ബലിയർപ്പണ മധുബഹകളുണ്ട് എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആയിരത്തി 1992 അന്ന് മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബസിലിക്കയായിട്ട് ഉയർത്തി. ബസിലിക്ക എന്ന് പറയുന്നത് സഭയിലെ വലിയ പള്ളി എന്നാണ് അർത്ഥം. അപ്പോൾ കത്തോലിക്ക സഭയിലെ വലിയ പള്ളികളിൽ ഒന്നായിട്ട് ഇതിനെ ഉയർത്തിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടെ വലിയ തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു എന്നറിയിക്കാൻ സന്തോഷമുണ്ട്. ഈ പള്ളിയുടെ മുഴുവൻ പേരെങ്ങനെയാണ്? അപ്പം പുത്തൻപള്ളി എന്നാണ് എല്ലാരും പറഞ്ഞ് ശരിക്കും പൂർണ്ണ രൂപം പഴയ പള്ളിയാണ് മാർത്തൃമറിയത്തിന്റെ പള്ളി. ഈ പള്ളി പുതിയതായിട്ട് പണിതപ്പോ മാത്രമല്ല ഈ പള്ളിയെ പുത്തൻ പള്ളി എന്ന് വിളിക്കുന്നു. അത് ഡോളേഴ്സ്, അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസിലിക്കയാണ് അതിന്റെ മുഴുവൻ പേര്. അത് വ്യാകുല മാതാവിന്റെ പള്ളി, അവർ ലേഡി ഓഫ്. ഈ പഴയ പള്ളിയും വ്യാകുല മാതാവിന്റെ പേരിൽ തന്നെയായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ കാൽഡിയൻ സിറിയൻ സ്വതന്ത്ര സഭയായതുകൊണ്ട് അവര് ആ പേര് ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. മാർത്തൃമറിയം എന്ന പേരാണ് ഉപയോഗിച്ചത്. അച്ഛാ, ഈ പള്ളി നിർമ്മിക്കുന്ന സമയത്തല്ലേ എനിക്കൊന്നു ഇത്രയും ഹൈറ്റ് എന്നുവെച്ചാൽ ഇത്ര ഉയരം അകത്ത് തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. എനിക്കൊന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളി ഇതാണോ, അങ്ങനെയാണോ? പള്ളിയുടെ ഉയരം മാത്രം നോക്കുമ്പോൾ അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത്. നേരത്തെ ഇത് പണിത സമയത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയായിരുന്നു. പക്ഷെ ഇന്ന് ഫിലിപ്പൈൻസിലൊക്കെ വളരെ ഉയരമുള്ള പള്ളികൾ വന്നതുകൊണ്ട് ഏഷ്യയിലെ 3ാമത്തെ പള്ളിയായിട്ടും ബെൽ ടവർ ഏഷ്യയിലെ ഏറ്റവും ഉയരം ഇതിന് തൊട്ട് മുമ്പിൽ ബാക്കിൽ കാണുന്നതാണ് ബൈബിൾ ടവർ. ബെൽ ടവർ വരെയാണ്, ബൈബിൾ ടവർ വരെ. ഇത് മണി തന്നെയാണ്, അതിനകത്ത് മണിയാണ്, ബെൽ ടവർ തന്നെയാണ് ബൈബിൾ ടവർ. അത് അകത്ത് നമ്മൾ ബൈബിൾ വെച്ചത് ബൈബിൾ ടവർ എന്ന് വിളിക്കുന്നത്.
അതിന് ഏകദേശം രണ്ട് പതിറ്റാണ്ട് അത് കാലഘട്ടം. 2006 അത് കമ്മീഷൻ ചെയ്തത്. 2004 അത് ബ്ലസ് ചെയ്തു. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ടൗൺ മാത്രമല്ല അതിനപ്പുറത്തേക്ക് കാഴ്ചകൾ അതിന്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും അല്ലെ? ഈ അവിടെ ഒരുക്കിയിരിക്കുന്ന ബൈബിളൊക്കെ പഴയ അത് അന്ന് ഇവിടെ വികാരിയായിരുന്നത് ഇന്നത്തെ ആർച്ച് ബിഷപ്പായ ആൻഡ്രൂസ് താഴ്ത്തി പിതാവായിരുന്നു. അദ്ദേഹം വലിയ പഠനം നടത്തി ഓരോ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് പറ്റാവുന്നത്ര പഴക്കമുള്ള ബൈബിളുകൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചതൊരു ബൈബിൾ ടവറാക്കി മാറ്റി. വരുന്നവർക്ക് പുറത്തുള്ള കാഴ്ചകൾ മാത്രമല്ല, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും വേണം. പുത്തൻപള്ളി പിന്നീട് അത് നിർമ്മിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആയി മാറുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ അന്നത്തെ ആള്? അന്ന് ആ വാഴപ്പള്ളി തിരുമേനി അല്ലെ, അദ്ദേഹം ഇങ്ങനൊരു പുത്തൻപള്ളി ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ അത് ഈ തൃശ്ശൂരിന്റെ തന്നെ ഏറ്റവും ഉയരം അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഒരു കെട്ടിടമായിട്ട് മാറ്റി തീർക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടത്തിനുണ്ട്. എനിക്ക് തോന്നുന്നില്ല. അതെ, ഒരു ചെറിയൊരു വാശി ഉണ്ട്. അതായത് ഈ മർത്തൃമറിയം പള്ളി ഈ കത്തോലിക്ക വിഭാഗത്തിന്റെ ആയിട്ടാണ് തുടങ്ങിയത്. അവർക്കത് നഷ്ടപ്പെട്ടപ്പോ പിന്നെ പണിയുന്ന പള്ളി അതിനേക്കാളും ഗംഭീരമായിരിക്കണം എന്നവർ ആഗ്രഹിച്ചു. ഇപ്പൊ എത്ര ഏക്കറുണ്ട് പുത്തൻപള്ളി ടോട്ടലായിട്ട്? ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പള്ളി മാത്രം. പള്ളിയുടെ ചുറ്റും ഏകദേശം എത്ര സ്ഥലം ഉണ്ടാവും? പള്ളി നിൽക്കുന്ന സ്ഥലവും മാത്രമാണ് ആദ്യം നമുക്കുണ്ടായിരുന്നത്, പള്ളിമുറി നിൽക്കുന്നത്. പിന്നീടുള്ള ഭാഗങ്ങളെല്ലാം നമ്മള് കുറേശ്ശെയായിട്ട് വാങ്ങിച്ച് ചേർത്തതാണ്. ഇപ്പൊ നമുക്ക് 3 ഏക്കർ സ്ഥലം പള്ളി. നമ്മളൊരു പള്ളി പണിയും മദ്ബഹായുടെ ഉയരവും ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഉയരവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഈ പള്ളിക്കുണ്ട്. എത്ര ജനങ്ങൾ? എനിക്ക് ജനങ്ങൾ നിൽക്കുന്ന സൈഡിലെ ഉയരം മറ്റു പള്ളികളെക്കാൾ ഭയങ്കര കൂടുതലല്ലേ ഇവിടെ? ഉണ്ട്. ഇത് ഈ റോമിലെ പള്ളികൾ അല്ലെങ്കിൽ ഫ്രാൻസിലുള്ള പള്ളികൾ ഇതിനൊക്കെയും ഈ രീതിയാണ്. ഈ മദ്ബഹ നിൽക്കുന്നതിന്റെ മുകളിൽ ഒരു വലിയ ഡോം പണിയാന്നുള്ളത്. നേരത്തെ പള്ളികൾക്ക് അത് ഉണ്ടായിരുന്നു. പിന്നീട് അത് പണി തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടായത് കൊണ്ട് അത് നിർത്തിവെച്ചു. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം മദ്ബഹയുടെ മുകളിൽ മാത്രമല്ല, പള്ളി മുഴുവനും ഒരു ഫാൾസ് സീലിംഗ് ഈ ചിമ്മിനിക്കട്ട ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഒരു മാർവല് തന്നെയാണ് ഒരു. അപ്പൊ അത് മുഴുവൻ പള്ളി മുഴുവനും ഫാൾസ് സീലിംഗ് ചെയ്തിരിക്കുന്നത് മറ്റ് മെറ്റീരിയൽസ് അല്ല, ചിമ്മിനിക്കട്ട ഉപയോഗിച്ച് ഇങ്ങനെ. ഇപ്പം പ്രധാനമായിട്ട് പുത്തൻപള്ളിയുടെ ആ ഒരു ഷേപ്പ്, ഗോതിക് സ്ട്രക്ചർ, അതുപോലെ ബൈബിൾ ടവർ, ആ 3 ബെൽ ടവർ, ഫ്രണ്ടിലെ 2 ബാക്കിൽ ബൈബിൾ ടവർ ചേർന്ന് വരണം, അതുപോലെ തന്നെ സപ്തസ്വര മണികൾ, ഇതൊക്കെയാണ് പുത്തൻപള്ളിയിലേക്ക് വന്നാൽ നമുക്ക് ആർക്കിടെക്ചറലായിട്ട് അല്ലെ അതിന്റെ പള്ളി അറിയപ്പെടുന്നത് തീർത്ഥാടന കേന്ദ്രമായിട്ടാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ നമുക്ക് വളരെ കാര്യമായിട്ട് മാതാവിനോടുള്ള ഭക്തിയുണ്ട്. അതിനെ വളർന്നു വന്നതിനും വളർത്തിയതിന്റെയും പ്രധാനപ്പെട്ട കാരണം ഈ മർത്തൃമറിയം പള്ളി വ്യാകുല മാതാവിന്റെ പള്ളിയായിരുന്നു. അത് നെസ്റ്റോറിയൻ സഭയുടെ അംഗങ്ങളായി തീർന്നപ്പോ അവര് അവിടെ ഉണ്ടായിരുന്ന രൂപങ്ങളെല്ലാം മാറ്റി പരിശുദ്ധ കന്യാമാതാവിനെ കത്തോലിക്കലി കൊടുക്കുന്ന പ്രാധാന്യമില്ലാതെ ആക്കിയപ്പോ ഇവിടെ അത് കുറെ കൂടെ സ്ട്രെസ് ചെയ്തു. അത് വളരെ കാര്യമായിട്ട് വളർന്നു. എന്ത് ഭംഗിയാണല്ലേ ഈ പുത്തൻപള്ളി കാണാൻ. അതുപോലെ തന്നെ ഈ തൃശ്ശൂരും അടിപൊളിയാണ്. അപ്പൊ അടിപൊളി ഒരു ഡിഷ് കാണണ്ടേ, അറിയണ്ടേ? നിങ്ങളെ പോലെ ഞാനും മീറ്റിംഗ് ആണ്. എന്താണെന്നറിയാം, വാ. അങ്ങനെ പുത്തൻപള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പള്ളി, ലോകത്തിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണ് പുത്തൻപള്ളി. നമ്മളെ ഇത്ര രസമായിരുന്നല്ലേ. അപ്പൊ അതുപോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ള ഒരു രുചി തേടി നമ്മളിപ്പോൾ ഇരിക്കുന്ന പുത്തൻപള്ളി അവിടെ തന്നെ അടുത്ത് തന്നെ ഒരു ഷോപ്പൊക്കെ ഉള്ള പറവട്ടാനി എന്ന് പറഞ്ഞ നാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം പുത്തൻപള്ളി ഞാനെങ്കിൽ ഇറങ്ങിയപ്പോൾ ജോജി ആൻറ്റി കണ്ടു. ജോജി ആൻറ്റി പറഞ്ഞു, ജോജേ വാ പോരാ, എന്റെ വീട്ടിലേക്ക് പോരാ, നല്ല ഒരു കിടലായിട്ട് ഉണ്ടാക്കി തരാം അല്ലേ? ജോജി ആൻറ്റി എന്താണ് ജോജി ആൻറ്റി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോണേ? ഇതിന്റെ പേരാണ് എഗ് റോൾ എന്ന് പറയും. എഗ് റോൾ അല്ലെങ്കിൽ മുട്ടച്ചുരൽ. മുട്ടച്ചുരുൾ ചുരുട്ട്. ഓക്കെ, മുട്ടച്ചുരുട്ട്. ഇത് എവിടുന്ന് കിട്ടിയത്? ആര് വഴി കിട്ടിയതാണ്?
അത് എൻ്റെ ഗ്രാൻഡ് പാരൻസ് വഴിക്ക് എൻ്റെ അമ്മ ചെയ്തു തരാറുണ്ട്. അപ്പൊ അതേ സെയിം ഫ്ലേവറിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കുക്കിംഗ് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. കുക്കിംഗ് പാഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത് പ്രൊഫഷനും ആക്കിയ വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയാ. ഓക്കെ, തുടങ്ങാം. ഒരു ബൗളെടുത്തു, ഒരു മുട്ട എടുത്ത് അതായത് ബീറ്റ്. ഒരു മുട്ട, കോഴിമുട്ട. യെസ്. ഓക്കെ, നന്നായി ബീറ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് 1.5 കപ്പ് ഗോതമ്പ് പൊടി. ഇത് മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആൾക്കാർ, പക്ഷെ മൈദ നല്ലതല്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ട് അത് ഞാനിപ്പോൾ ഗോതമ്പാക്കി മാറ്റി. കുറച്ചൊരു നുള്ള് ഉപ്പ്. ഒരു നുള്ളുപ്പ്. ഇതൊരു കളറിന് വേണ്ടിയിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് വരും, അതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. പിന്നെ നെയ്യ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൽ തന്നെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എക്സ്ട്രാ അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ ഇല്ല, ഒഴിക്കില്ല. 1.5 കപ്പ് പൊടി ഉള്ളത് കൊണ്ട് 1.5 കപ്പ് തന്നെ വെള്ളം സമാസമാണ്. യെസ്. നമ്മൾ കുറേശ്ശെ ഫസ്റ്റ് ഒരു കപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് എങ്ങനെ പരുവം വേണം? ഏകദേശം നല്ല കുറച്ച് ലൂസായിട്ട്, ഇത് ദോശമാവല്ല, അതിനായിട്ട് കുറച്ചൊന്ന് ലൂസ് വേണം. വളരെ നൈസായിട്ട് ഉണ്ടാക്കാൻ പാടില്ല, അതാണ് നല്ല ടേസ്റ്റ്. നമ്മൾ 1.5 കപ്പ് മാവിന് ഒരു മുട്ടയാണ് എടുത്തത് അല്ലേ? അപ്പം കൂട്ടുന്നതനുസരിച്ച് മുട്ടയുടെ എണ്ണവും കൂട്ടണം. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തൃശ്ശൂരുകാരുടെ ഒരു ഫേവറേറ്റ് വിഭവമാണ് ഇത്, മുട്ടച്ചോറ്. അതെ, നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഇതിൽ കുറച്ച് ഏലപ്പൊടി ഇട്ടുണ്ടെങ്കിൽ അവിടെ ഏലാച്ചി എന്നുള്ള രീതിയിൽ മലപ്പുറം ആ ഭാഗത്തൊക്കെ ഏലാച്ചി. ഇത് മിക്സ് തയ്യാറാക്കി ഇനി നാളികേരത്തിൽ 1.5 കപ്പ് നാളികേരത്തിന് 1/4 കപ്പ് പഞ്ചസാര. പിന്നെ ഇത് നമ്മൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. പിന്നെ ഷുഗറുള്ള ആൾക്കാർക്ക് വെറും നാളികേരം മാത്രമായിട്ട് ഇട്ടിട്ട് കഴിക്കാം. ഇത് മിക്സ് ചെയ്ത് അത്രേ ഉള്ളൂ. ഇനി പാൻ എടുത്ത് കത്തിക്കും. ഇല്ല, ഒഴിക്കുന്നില്ല. കാരണം അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഓയിൽ ഉണ്ടെങ്കിൽ പിന്നെ അടുത്തിടുമ്പോൾ ഒരു ജാതി കട്ട പിടിച്ചോണ്ടിരിക്കും. അപ്പൊ കറക്റ്റ് നല്ല സ്മൂത്തിൽ കിട്ടില്ല. ചൂടായ പാനിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കിയ ആ ഒരു മിക്സ് അല്ലേ, ഗോതമ്പ് മാവിന്റെ മിക്സ്. ദോശ പരത്തുന്ന പോലെ പരത്തുമല്ലേ? ഇതൊന്ന് ചൂടായി വരുമ്പോ എന്താ ചെയ്യാ? ഇത് ചൂടായ നല്ല ബ്രൗൺ കളർ വരാൻ പാടില്ല, സോഫ്റ്റ് ആയിരിക്കും. ബ്രൗൺ ഷെയ്ഡ് ഒട്ടും വരാൻ പാടില്ല. രണ്ട് സൈഡും ശരിയാണ് അല്ലേ? എന്ത് സംഭവമാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ല കേട്ടോ. ഇത് പൂർണ്ണ രൂപത്തിൽ എത്തുമ്പോൾ നമ്മളിപ്പം മാവ് ഉണ്ടാക്കി അതുപോലെ തേങ്ങയും പഞ്ചസാരയും ഉള്ള മിക്സും ചെയ്തു. അടുത്തത് എന്താണ് ജോജി? വെയിറ്റ് ആൻഡ് സീ എന്നാണോ? യെസ്. അടുത്തത് വയ്ക്കുമ്പോഴേക്കും ഇനി ഇവിടെയാണോ? ഓക്കെ, ഇതിനകത്തോട്ട് നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് നാളികേരം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഓഹോ, ഇതാണ് മുട്ടച്ചുരുള്. അപ്പൊ നമ്മളാ വളരെ സിമ്പിൾ വിഭവം അല്ലേ? സ്പീഡിലുണ്ടാക്കാം. വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്.
അപ്പൊ ഇനി അടുത്ത സെക്ഷൻ ഞാനത് രുചിച്ച് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ, കഴിക്കട്ടെ. കറക്റ്റ് മധുരം, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടിയിട്ടില്ല. അതേപോലെ മാവിന് മുട്ടയുടെ രുചി ഉണ്ട് അല്ലേ? മുട്ടയുടെ കാണും, അതിന്റെ രുചി ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടലി ഒരു എന്താ പറയാ, ശരിക്കും ഈ മാവിനല്ലേ ഇമ്പോർട്ടൻസ് അല്ലേ? പിന്നെ നാളികേരത്തിന്റെ രുചിട്ട് മുമ്പോട്ട് വന്നു. സംഭവം കൊള്ളാം. ഏറ്റവും സിമ്പിളായിട്ട് വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി മധുരം കുറവ് വേണ്ടവർക്കൊട്ടെ മധുരം കുറച്ച് മതി. എന്നെ പോലെ മധുരം കൂടുതൽ വേണ്ടവർക്കൊക്കെ ഇതുപോലെ മധുരം ഇട്ടാൽ മതി. സംഭവം ആ മുട്ടയുടെ രുചി നമുക്കുണ്ട്. അതാണ് മുട്ട ചുരുൾ തന്നെ സംഭവം വരുന്നത് അല്ലെ? സംഭവം ജോജി ആന്റി അത് തകർത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ജോജി ആന്റി, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഹെറിറ്റേജ് ബൈറ്റ്സിൽ ഞങ്ങളുടെ ഈ പുത്തൻപള്ളിയിലെ വിശേഷങ്ങൾ അറിഞ്ഞു, ആ ചരിത്രങ്ങൾ അറിഞ്ഞു. അതോടൊപ്പം ഒരു മധുരം കൂടി ആയപ്പോഴേ സംഭവം ഈ എപ്പിസോഡ് എല്ലാവർക്കും അതിമധുരമായി വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.